വചനം തിരുവചനം മാനവരക്ഷാവചനം. വചനം തിരുവചനം ജീവനേകും വചനം. കാതുകളെ ശ്രവിച്ചിടുക പാവന സുവിശേഷം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം പാടി വാഴ്ത്തിടാം. ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 6-ാം അധ്യായം 27 മുതൽ 36 വരെ തിരുവചനങ്ങൾ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദേഷിക്കുന്നവർ നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുക്കുന്നിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നത പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിൽ എന്ന് പറഞ്ഞ മാതാപിതാക്കന്മാരെ, യുവതിവാക്കളെ, കുട്ടികളെ, ഈശോ നമ്മോട് പറയാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടുവാൻ. അല്ലേരിയ തിന്മ ചെയ്യാതെ അല്ലെങ്കിൽ തിന്മ കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മയെ ഇനിയുള്ള കാലങ്ങളിൽ നന്മ ചെയ്ത് അതിനെ പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് ജീവിക്കുവാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നോമ്പുകാലം എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ പരിഹരിക്കുവാനും നമ്മളെ ശുദ്ധീകരിക്കുവാനും വേണ്ടാത്തതെല്ലാം ഉപേക്ഷിക്കുവാനും അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനാണ് നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. എനിക്ക് 2013 ഒരു സഹോദരനെ എനിക്ക് പരിചയം വന്നു. കുറച്ച് നാൾ അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് സേവനം ചെയ്തൊരു മനുഷ്യനാണ്. മനുഷ്യൻ്റെ ആ കാലഘട്ടത്തിൽ ചേട്ടൻ നല്ല അധ്വാനിയാണ്, കർഷകനാണ്. കർഷകൻ നന്നായിട്ട് അധ്വാനിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ആ ചേട്ടൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതാണ്, കൃഷിയൊക്കെ ചെയ്ത് വിളവെടുക്കാനായിട്ട് വരുമ്പോൾ വിളവ് നല്ലതായിരിക്കും, പക്ഷേ വിളവെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വാഴയ്ക്ക് വെച്ച് വാഴയ്ക്ക് നല്ല കൊലയ്ക്ക് വന്ന് വെട്ടാൻ നേരത്ത് ഒരു കാറ്റോ ഒരു മഴയോ ഒരു കൊടുങ്കാറ്റോ വരും, എല്ലാം നശിച്ചു. അങ്ങനെ കഷ്ടപ്പാടിലൂടെ ഈ മനുഷ്യൻ ഇങ്ങനെ വളരുകയാണ്. അപ്പോൾ ഒരു വീട് വെക്കണമെന്നുണ്ട്, സ്ഥലമില്ല, സ്ഥലം വാങ്ങണം. ലക്ഷങ്ങൾ വരുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹം ഒരു 5 സെൻറ്റ് അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് മേടിച്ച് അവിടെ മനോഹരമായിട്ട് ഒരു വീട് വെക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഈ മനുഷ്യൻ നടത്തുന്നത്. ഞാൻ ഈ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കണ്ണിന് ഒരു മങ്ങൽ വന്നു, രോഗം വന്നു. അപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ ആ രോഗത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെന്തോ പറഞ്ഞു, മാറില്ലെന്നോ അങ്ങനെന്തോ. അപ്പോൾ ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യ്, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടൊന്ന് തയ്യാറാകും. ചേട്ടൻ ഏതായാലും എത്രയോ അധ്വാനിച്ചിട്ട് ചേട്ടൻ വിളവെടുക്കാൻ വേണ്ടി, ചേട്ടൻ കർഷകനാണ്, അധ്വാനിക്കുന്നുണ്ട്, അതിൻ്റെ ഫലവും കാണുന്നുണ്ട്, പക്ഷേ ഫലം കയ്യിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട്
ഒരു പുരോഗതിയോ മേലഗതിയോ ചേട്ടനില്ലെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന് പ്രാർത്ഥന ഉയർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ പുസ്തകത്തിൽ പ്രകാരം പറയാണ്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ്. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തി എന്ത് ചെയ്യാണ്? ചേട്ടന്മാർ തലയാട്ടുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധ അമ്മ പറയാണ്. പ്രാർത്ഥന അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കാത്തതെന്ന് പരിശുദ്ധ അമ്മ പറയാം. അപ്പോൾ പ്രാർത്ഥിക്കാതെ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്യുക. പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും ഒരു വാടകയ്ക്കൊരു സാധനം വീട്ടിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? സൂക്ഷിച്ച് വയ്ക്കുകയല്ല, വാടകയ്ക്ക് ആയതുകൊണ്ട് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? ഏതായാലും നമ്മൾ വാടക കൊടുക്കണം. വാടക കൊടുക്കേണ്ടത് ഉണ്ടതുകൊണ്ട് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്തുണ്ടാവും? അതിന് വാടക കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു JCBയോ ഒരു ഹിറ്റാച്ചിയോ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ നമുക്കറിയാം അതിന് 1000 2000 രൂപയായിരിക്കും ഒരു മണിക്കൂർ ചിലവാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മണിക്കൂർ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച്, അപ്പോൾ മനുഷ്യനെ ഈ ലോകത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ ദൈവം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? കർത്താവിനോട് ചേർന്നിരിക്കുക. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുക. പ്രാർത്ഥിക്കുക പാപത്തിൻ്റെ പരിഹാരമാണെങ്കിൽ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവായി ദൈവത്തോടാണ്. അപ്പോൾ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തി ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്യുക, ദൈവത്തോട് ബന്ധപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് അച്ഛാ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങൾ എനിക്കൊരു ഗുണമൊക്കെ കിട്ടും, വീട് വയ്ക്കുക വെച്ചാ, പെരപണിയും ഏതായാലും പെരയ്ക്കും വിളിച്ചു. കഴിഞ്ഞ ദിവസം അവിടുത്തെ ഇടവകയിലെ അച്ഛനും സിസ്റ്റർമാരും കൂടിയിട്ട് എന്നെ ഒന്ന് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചേട്ടൻ്റെ മകൻ ജോലി ചെയ്ത് സമ്പാദിച്ച് സ്ഥലം വാങ്ങി പെര വെച്ചു, നല്ലൊരു പെര വെച്ചു. പെര വെഞ്ചിരിപ്പ് കഴിഞ്ഞു. ഏകദേശം 2 വർഷം പെര വെഞ്ചിരിച്ച് കഴിഞ്ഞു. ഈ മകൻ ഇന്ന് കിടപ്പ് രോഗിയാണ്. നട്ടിൽ സംബന്ധം എന്തൊരു കേരളത്തിൽ കൊണ്ടാകാത്ത സ്ഥലങ്ങളില്ല, ബാംഗ്ലൂർ കൊണ്ടുപോയി. അപ്പോൾ ഇനിയുള്ള പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ രോഗം വന്നു, ഡോക്ടർമാർ ചികിത്സിച്ചു. എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിലെ ഡോക്ടർ 3 മാസത്തിനുള്ളിൽ ഇവൻ എഴുന്നേക്കും. 1.5 വർഷത്തിൻ്റെ മുകളിലായി ഇവൻ എഴുന്നേൽക്കാതെയായിട്ട്. അപ്പോൾ അവർ കൈവെടിഞ്ഞു. ഇപ്പം പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോ എന്തോ എവിടെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എന്നോട് കാര്യം പറഞ്ഞു. ഞങ്ങൾ അച്ഛനും സിസ്റ്റേഴ്സൊക്കെ ആലോചിച്ച അച്ഛനെ വിളിക്കുന്നത്, അച്ഛനൊന്ന് ഒന്ന് ശക്തമായിട്ട് ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കണം. വീടിൻ്റെ ചുറ്റും കള്ള് ഷാപ്പാണോ വെഞ്ചിരിക്കേണ്ടത്, അത് കള്ള് കുടിക്കുന്നവനെയാണ് വെഞ്ചിരിക്കേണ്ടത്. കള്ള് ഷാപ്പിൽ കയറി ആളുകൾ കള്ള് കുടിക്കാതിരിക്കാൻ വേണ്ടി കള്ള് ഷാപ്പ് വെഞ്ചിരിക്കുക അച്ഛനെ വിളിച്ചുകൊണ്ടായി എന്ത് കാര്യമുണ്ട്? വെഞ്ചിരിക്കേണ്ടത് ആരാണെന്ന് വെച്ചാൽ, മാറേണ്ടത് ആരാണെന്ന് വെച്ചാൽ ആരാ? മനുഷ്യനാണ് മാറേണ്ടത്. മനുഷ്യൻ കള്ളു കുടിക്കാൻ ചെല്ലുന്നത് കൊണ്ടാണ് അത് കള്ള് ഷാപ്പായിട്ട് മാറുന്നത്. ചീട്ട് കളിക്കുന്ന സ്ഥലത്തേക്ക് ചീട്ട് കളിക്കാൻ ചെല്ലുന്ന മനുഷ്യൻ ചെല്ലുമ്പോഴാണ് ആ സ്ഥലം അശുദ്ധമായിട്ട് മാറുന്നത്. അല്ലേ? കള്ള് ഷാപ്പെന്ന് എഴുതി വെച്ചിരിക്കുക. ആരും കള്ളു കുടിക്കാൻ ചെല്ലുന്നില്ലെങ്കിൽ അത് കള്ള് ഷാപ്പാവോ? എഴുതി വെച്ചതുകൊണ്ടൊരു കാര്യമോ? അല്ലല്ലോ. എൻ്റെ ബാച്ചുകാരൻ്റെ ഒരു അച്ഛൻ ഒരു മദ്യപാനം നടത്തുന്ന വീട്ടിലേക്ക് വീട്ടുകാരെ കാണാൻ ചെന്ന പോലെ ഇരിക്കും. കാരണം ഈ ഇടവകയിൽ വലിയ ശല്യമാണ്. അവിടെ പല അച്ഛന്മാരിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു സാഹസികത ഇതില്ല. പക്ഷേ വൈകിട്ട് ഇടവക്കാരെല്ലാം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ചേച്ചിയുടെ മദ്യക്കടയിലാണ്. അതുകൊണ്ട് അച്ഛൻ ഒരു 5:30-6 മണിയായപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടി എവിടെ കഴിഞ്ഞപ്പോൾ ഉടുപ്പിട്ട് ഞാൻ പറഞ്ഞു, ഞാനാണ് ഇങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു. കാരണം എന്താ? ഷാപ്പല്ല വെഞ്ചിരിക്കുന്നത്, കള്ളല്ല വെഞ്ചിരിക്കുന്നത്, കുടിക്കുന്നവനെയാണ് വെഞ്ചിരിക്കുക. മാറേണ്ടത് കുടിക്കുന്നവനാണ്. ചീട്ട് കളിക്കുന്നവനാണ് മാറേണ്ടത്, അല്ലേ? അന്ധവിശ്വാസം ചെയ്യുന്നവനാണ് മാറേണ്ടത്. അന്ധവിശ്വാസം ഇല്ലാതാക്കാൻ നോക്കിയാൽ പറ്റുമോ? അത് ആഭിചാര പ്രവൃത്തി പഠിച്ചവൻ, ജ്യോതിഷം പഠിച്ചവൻ, പണിക്കർ പഠിച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഈ സിസ്റ്ററിനോട് പറഞ്ഞു, കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ചോദിച്ചു, ഇവരെവിടെ നിന്നാണ് വന്ന് താമസിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അവരുടെ ഞാൻ പറഞ്ഞു, ഈ സഹോദരനെ എനിക്കറിയാം, 10, 12, 10, 11 വർഷത്തിൻ്റെ അപ്പുറത്ത് എനിക്കറിയാം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ വന്ന്
കാര്യം ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഇവർ വന്ന് ഒരു ശുശ്രൂഷയെ പങ്കെടുക്കാം. ഞാൻ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ പറഞ്ഞു. സഹോദരൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോൺ വിളിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു, മാതാപിതാക്കന്മാർ ചോദിച്ചു, തലമുറയെ ചോദിച്ചു. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ വ്യത്യസ്ത ഒരു സ്ഥലത്തായിരുന്നു, അകലെ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അപ്പനൊക്കെയും അപ്പൻ്റെ അപ്പനൊക്കെയും ചെറിയ പൊടി കൈയൊക്കെ ഉണ്ടായി, എല്ലാ കൈയും ഉണ്ടായി, എല്ലാ മേഖല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ട് ആരും അറിയാത്തൊരു സ്ഥലത്ത് വന്ന് ഞങ്ങളൊരു വീട് വെച്ച് താമസിക്കുന്നതാണ്. അല്ലേലിയാം, അല്ലേലിയാം. ഈ സഹോദരനായിട്ട് സംസാരിക്കുമ്പോൾ സഹോദരൻ പറയാം, ഇനി പോകാൻ ഒരു സ്ഥലത്തുമില്ല. ഈ പയ്യനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ 2-3 ആൾ വേണം. 2013-12 കാലഘട്ടത്തിൽ ഞാൻ സഹോദരനോട് ഒറ്റ വാക്ക പറഞ്ഞു, ചേട്ടാ ഒന്ന് പ്രാർത്ഥിക്കുക. ഇല്ല, തെറ്റാണോ? ഒന്ന് പ്രാർത്ഥിക്കുക. എപ്പോൾ പ്രാർത്ഥിക്കണം? എപ്പോഴാണ് പ്രാർത്ഥിക്കണ്ടേ? പുലർച്ചയ്ക്ക്. കാരണം എന്താ? അപകടങ്ങളെല്ലാം സംഭവിക്കും. ഞാൻ സഹോദരനോട് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചോണ്ട്, ചേട്ടാ പ്രാർത്ഥിക്കുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, വൈകിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപകടം എപ്പോഴാണ് പറ്റുന്നത്? പകല. അല്ലേലിയ. അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുന്നത് പകലാണെങ്കിൽ മനുഷ്യമക്കൾ പ്രാർത്ഥിക്കേണ്ടത് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ്റെ ദൈവത്തോട് അവൻ നിരന്തരം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ അവനും ദൈവവും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചതുകൊണ്ട് ആ ബന്ധത്തിൻ്റെ ഉള്ളിൽ കയറി ഒരു വസ്തുവിന് കയറാൻ ഇടപെടില്ല. 1-2 സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പയ്യനെ കോടതി വെറുതെ വിട്ട സംഭവമാണ്. വെറുതെ വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. കൊച്ചു മരിച്ചു, പീഡനം എന്തോ നടന്നു, അവനെ അറസ്റ്റ് ചെയ്തു, രേഖകളൊക്കെയും കണ്ടുപിടിച്ചു, അവനാണെന്ന് സമ്മതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കോടതിക്ക് തെളിവില്ലാതെ വന്നതുകൊണ്ട് അവനെ വിട്ടപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം, ഈ കൊച്ചു മരിക്കണമെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തിരിക്കണം. ആ ചെയ്തത് ഇവൻ തന്നെയാണെന്ന് തിരിച്ചറിയുവാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിച്ചില്ല. അല്ലേലിയാം. ആ കൊച്ചിൻ്റെ അമ്മയോ ആരൊക്കെയോ ആ കോടതി വളപ്പിൽ കിടന്ന് മണ്ണിൽ ഉരുണ്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ജനം ഉണർന്നു, പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? സമയം കഴിഞ്ഞു പോയി. കാരണം എന്താ? കോടതിയുടെ തീരുമാനങ്ങൾ കഴിഞ്ഞു പോയി. അല്ലേലിയാം. മറ്റൊരു സംഭവം ഇതാണ്. ഒരു വണ്ടിയെ ആക്രമിച്ചു കഴിഞ്ഞ് അതിന് ജാമ്യം കിട്ടുവാൻ വേണ്ടി ചെല്ലുമ്പോൾ കോടതി ചോദിക്കുന്ന ഒരു കാര്യം, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പ്രകാരമാണ്, സംഭവിച്ചതിന് പൈസ കെട്ടിവെക്കാം. 70,600 രൂപയോ 76,000 രൂപയും കൂടെ. അപ്പോൾ കോടതി ചോദിച്ചൊരു കാര്യം ചോദിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തായിരിക്കും ചോദിച്ചത്? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ആരെങ്കിലും കേട്ടോ? പേപ്പറിൽ എന്തുകൊണ്ട് സംഭവിച്ചു? അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ 76,000 രൂപ കെട്ടാമെന്നുള്ളതല്ല കാര്യം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഞാനിത് ചോദിച്ചത് പുറത്തൊരു സംഭവം ഇങ്ങനെയാണെങ്കിൽ ദൈവം ചോദിക്കുന്നൊരു കാര്യം ഇതാണ്, ചെയ്യാൻ പാടില്ലാത്തത് നമ്മുടെ തലമുറയിൽ എന്തുകൊണ്ട് ചെയ്തു? അല്ലേലിയ. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത മേഖലകളിൽ നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ട്? ഒരു കുമ്പസാരമുണ്ട്. കുമ്പസാരം എന്ന് പറയുന്നത് ആ പാപമോചനത്തിനുള്ള മേഖലയാണെങ്കിൽ ആ പാപമോചനം മാത്രമല്ല, അതിൻ്റെ പരിഹാരവും പരിത്യാഗവും ചെയ്യണം. ഇവിടെ അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ എന്ത് ചെയ്യണം? നീ ശത്രുക്കളെ സ്നേഹിക്കണം, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇന്നത്തെ സുവിശേഷം ആരെങ്കിലും പാലിക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേലിയാം. അങ്ങനെ പാലിക്കാൻ സാധ്യതയില്ല. കാരണം എന്താ? വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുത്തിട്ട് പോകുമ്പോൾ ഒരു ചെകിടത്ത് അടിക്കുന്നവനെ രണ്ടാമത്തെ ചെറുകിട് കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അല്ലേ? കാണിച്ചു കൊടുക്കുക. ഒരു ചെകിടത്ത് അടിക്കുന്നത് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക, മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കുക, വായ്പ ചോദിക്കുന്നവന് കൊടുക്കുക. ആരെങ്കിലും ചെയ്യോ? ബൈബിൾ വചനം ശക്തമാണ്. അല്ലേലിയ. അതൊന്നും കർത്താവ് പറയണത് നമ്മുടെ ജീവിതത്തിൽ അവസാന ഒറ്റ വാക്ക് പറഞ്ഞെന്ന്, പിതാവ് നിങ്ങളോട് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണയുള്ളവനായിരിക്കും. അല്ലേ? കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം പാപം ചെയ്തിട്ട് കുമ്പസാരിക്കുക മാത്രം ചെയ്യുക എന്നുള്ളതല്ല, പാപം ചെയ്താൽ പരിഹാരം ചെയ്യുക എന്നുള്ള. സാവുൾ സഭയ്ക്കെതിരെ പീഡനമായിട്ട് നടന്നു, പീഡിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാവുൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, സാവുൾ ചെയ്തത് 3 വർഷക്കാലം കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു. അല്ലേലിയ. പ്രാർത്ഥന പരിഹാരമാണ്,
പ്രഘോഷണം പരിഹാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാപം വരുവാൻ പാടില്ലെന്നുള്ള കാര്യമാണ് ഈശോ അവിടെ സൂചിപ്പിക്കുന്നത്. അല്ലേ? കാരണം എന്താ? വചനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വചനം നമുക്ക് സമീപസ്ഥനാണ്, വചനത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ട് പാപം സംഭവിക്കുന്നു? അതാണ് പറഞ്ഞത്, പ്രോട്ടോകോൾ അനുസരിച്ച് പ്രൊട്ടക്ഷനുള്ള ഒരു മനുഷ്യൻ്റെ വണ്ടിക്ക് ആക്രമിച്ചിട്ട് അതിൻ്റെ കാശ് കെട്ടിവെക്കാമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വചനം ഹൃദയസ്ഥമാണ്. ആ വചനമനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് പാപം ചെയ്യുന്നു? അല്ലേ? പാപം ചെയ്തിട്ടുണ്ട് കർത്താവ് കാണിക്കും. പക്ഷേ അതല്ല വലുത്, പാപം എന്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൊരു കാര്യമാണ് ഈശോ നമ്മൾ ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യും. ഹല്ലേലൂയ, കർത്താവിന് ശുശ്രൂഷ ചെയ്യും. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ ഇടവകയിൽ? ഉണ്ടോ? കാര്യം നോക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 9-ാമത്തെ അധ്യായം 12 മുതലുള്ള തിരുവചനത്തെ പൗലോസ്ലീഹ പറയാണ്. പൗലോസ്ലീഹ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കർത്താവിനെതിരെ തെറ്റ് ചെയ്തവനാ. ഹല്ലേലൂയ. ആ കർത്താവിനെതിരെ തെറ്റ് ചെയ്തവൻ, കർത്താവിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചവൻ, പിന്നീട് അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൻ തീഷ്ണതയോടുകൂടി അവൻ ആത്മാവിനാൽ നിറഞ്ഞ് ഇടപെടവില്ലാതെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒരു കുടുംബം ഇവിടെ വന്നു. അതെനിക്ക് അറിയുന്ന ഒരു അമ്മച്ചിയായിരുന്നു. അപ്പോൾ ആ അമ്മച്ചിയെ കൊണ്ടുപോയിട്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ക്രൈസ്തവ വിശ്വാസങ്ങളാണ്. കുറേ കാര്യങ്ങൾ വായിപ്പിച്ച് കേൾപ്പിച്ചു. സമയം കൂടുതലെടുത്തു, ഒരു 2.5 മണിക്കൂറൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ക്രൈസ്തവ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുക എളുപ്പമാണോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞൊരു കാര്യം, അച്ഛൻ വായിപ്പിച്ച വചനങ്ങളൊക്കെയും കറക്റ്റാണ്, ഞാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും വായിച്ചിട്ടില്ല. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിൽ ക്രൈസ്തവനായിട്ട് ജീവിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചാലാണ് എനിക്ക് മാറാൻ പറ്റുള്ളൂ. ചേച്ചിയോടെ ഞാൻ ചോദിച്ചു, കുറേ ഭക്ഷണം അതാണ്. കാരണം എന്താ, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് വിചാരിക്കും. ആ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നമ്മൾ ഡോക്ടർമാരെ കുറിച്ച് അറിയും. നല്ല ഡോക്ടർമാരുടെ അടുത്ത് പോകുള്ളൂ, അല്ലേ? നല്ല ഡോക്ടർമാരുടെ അടുത്ത് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിന് കേട് വരാനായിട്ട് പാടില്ല. എൻ്റെ ശരീരത്തിന് സൗഖ്യം കിട്ടാനായിട്ട് സാധ്യതയുള്ളൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുള്ളൂ. നമ്മൾ ഏതൊരു മേഖലയായാലും ഏതൊരു കാര്യം അറിയുന്ന സ്ഥലത്തേക്ക് പോകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചാണ്, ക്രിസ്തുവിൻ്റെ പഠനങ്ങളെക്കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പഠനങ്ങളെക്കുറിച്ചാണ്, ക്രിസ്തു നൽകുന്ന പ്രബോധനങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലന്മാരുടെ ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ്. 28-ാമത്തെ അധ്യായം 19-20 തിരുവചനത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ച ആൾക്കാർ കേൾക്കോ? ഞായറാഴ്ച ജോലി ചെയ്യരുതെന്ന് പറയാണ്. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്, അല്ലേ? കൽപ്പനയാണ്. അച്ഛൻ പറയുകയാണെങ്കിൽ പറയും, അച്ഛനതൊക്കെയും പറയാം. ഹല്ലേലൂയ. അച്ഛനൊക്കെ ഇത് പറയാം. ഞങ്ങളുടെ വിഷമം, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഞാൻ ഇരുന്നൊരു ഇടവകയിൽ ഒരു ചേട്ടൻ 10-200 ഏക്കർ റബ്ബർ വിൽക്കാണ്. ഞാൻ സഹോദരനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് കർത്താവ് തന്ന സ്വത്താണ്. ഹല്ലേലൂയ. അപ്പോൾ ചേട്ടൻ വിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റബ്ബർ വിട്ട ആളെ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, കാരണം എന്താ, സ്വത്ത് അവിടെ കിടന്നാലും വരുന്ന ആളുകളിൽ ഒരു 2013-12 കാലഘട്ടങ്ങളിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു 1000-2000 രൂപ ഉള്ളത് ഇപ്പം എത്രയായിരിക്കും? ലക്ഷങ്ങളാണ്. നമ്മൾ വിറ്റ് പെറുക്കി ബുദ്ധിയുള്ളവൻ മേടിച്ചിട്ട്, അല്ലേ? ക്രിസ്ത്യാനിക്ക് ബുദ്ധി കുഞ്ചിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ, അവന് വിശ്വാസം ഇല്ല. ഞാൻ സഹോദരൻ പറഞ്ഞു, ഇത് 2010-11 കാലഘട്ടത്തിൽ 200 ഏക്കർ. ആ സഹോദരൻ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, അച്ഛൻ വന്ന് വെട്ടിത്തരുമെന്ന് ചോദിച്ചു. ഞാൻ രാവിലെ കുർബാന എല്ലാം പോണോ, റബ്ബർ വിട്ടാൽ പോണോ?
റബ്ബർ വെട്ടാൻ ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ 2009-10 കാലഘട്ടത്തിൽ 200 ഏക്കർ ഇന്ന് കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ വില കോടികളാണ്. അല്ലേലിയ അല്ലേലിയ. അത് ആളെ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അല്ലേലിയ. പേര അടിച്ചു വാരാൻ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ തീ കത്തിക്കാൻ പോയത്. അടുത്തൊരു കാലഘട്ടത്തിൽ ദാരിദ്ര്യം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ മണ്ണിനും വെള്ളത്തിനും വേണ്ടിയാണ്. മണ്ണിനും വെള്ളത്തിനും വേണ്ടിയാണ്. ഇന്നെന്താ നമ്മൾ 5 സെൻറ്റിൽ ഒതുങ്ങിക്കൂടുന്നവരാണ് ക്രൈസ്തവർ. നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ മറ്റ് സ്ഥലങ്ങളിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതൊക്കെയും വിറ്റിട്ട് ഏതെങ്കിലും ടൗണിൽ വന്ന് 5 സെൻറ്റോ 10 സെൻറ്റോ മേടിച്ച് നമ്മൾ ജീവിക്കും. 2-3 മക്കൾ ജനിച്ച് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് വീടില്ലാതെ വരുമ്പോൾ മക്കൾ തമ്മിൽ തല്ലുകൂടാനായിട്ട് നമ്മൾ ഇടയാവും. അല്ലേലിയ. ടൗണിലേക്ക് വരേണ്ട, പഠനം നടത്തണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒതുങ്ങിക്കൂടുന്നവരാ, നമ്മൾ വിശ്വാസത്തിൻ്റെ മേലെ പെറോട്ട് പോകുന്നവരാ. അല്ലേലിയ അല്ലേ. അതുകൊണ്ട് കർത്താവ് ഈ പൗലോസ്ലീഹയ്ക്കും ശുശ്രൂഷ ചെയ്യാനുള്ള കാരണം എന്താ പറഞ്ഞാൽ സഭയെ ഇല്ലാതാക്കാൻ അവൻ ഈ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചിയോടെ ഞാൻ ചോദിച്ചു, ഭക്ഷണപദാർത്ഥങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഒരു സാധാ സ്ത്രീയാണ്, ഇന്ന് ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിട്ടുണ്ട്, എല്ലാ രീതികളും കഴിച്ചിട്ടുണ്ട്. ക്രൈസ്തവനാണെങ്കിൽ, ക്രൈസ്തവ വിശ്വാസികളാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം തുടർന്ന് വരുന്ന വചനത്തിൽ ഇപ്രകാരം പറയുന്നത്, ഇനി ഒരാളും ആഭിചാര പ്രവൃത്തിയിലേക്ക് പോകരുത്. കർത്താവ് വലിച്ചിരുന്നു, അന്ന് നിന്റെ കുതിരകളെ ഞാൻ സംഹരിക്കും, നിന്റെ രഥങ്ങൾ ഞാൻ നശിപ്പിക്കും, നിന്റെ ശക്തി ദുർഗങ്ങൾ ഞാൻ തകർക്കും. ആഭിചാര പ്രവൃത്തികളെല്ലാം നിന്നിൽ നിന്നും ഞാൻ നീക്കം ചെയ്യും. ആഭിചാര പ്രവൃത്തികളെല്ലാം നിന്നിൽ നിന്ന് ഞാൻ നീക്കം ചെയ്യും. അല്ലേ. അപ്പൊ യേശു പിറക്കുന്നതിനെ കുറിച്ച് മിക്ക പ്രവാചകർ പുസ്തകത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ 2-ാമത്തെ സെന്റൻസ് പറഞ്ഞു വെച്ചിട്ട് അവസാനം 9-10 തിരുവചനത്തിൽ പറയാണ്, നീ ആഭിചാര പ്രവൃത്തികളിൽ നിന്ന് നീ പിന്തിരിഞ്ഞിരിക്കണം. അല്ലേലിയ. കാരണം എന്താ? ആഭിചാര പ്രവൃത്തി ചെയ്യാനുള്ള കാരണം രക്ഷകനെ അവന് അറിയില്ലായിരുന്നു. അല്ലേലിയ. ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആഭിചാര പ്രവൃത്തിയിലേക്ക് പോയി. മന്ത്രവാദമുണ്ട്, കൂടോത്രമുണ്ട്, കൈവശമുണ്ട്. അല്ലേലിയ. കൈവശം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭക്ഷണപദാർത്ഥങ്ങളെക്കുറിച്ച് വ്യക്തതയോടെ മനസ്സിലാക്കി. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞ് ആ ഡോക്ടർമാരെ അറിഞ്ഞ ആ ചികിത്സയ്ക്ക് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മിക്സി മേടിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാച്ച് മേടിക്കാൻ പോകുമ്പോൾ, ഓരോ വീട്ടിലെ ഓരോ ഉപകരണങ്ങളും മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ കടയിൽ പോയി നിന്നിട്ടാണോ സാധനങ്ങൾ നോക്കുന്നത്? ആണോ? അല്ലല്ലോ. അതിനെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം, യൂട്യൂബ് എടുക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വെബ്സൈറ്റിൽ കയറി അതിൻ്റെ സാധനങ്ങളും അതിൻ്റെ വരായികളും, അല്ലെങ്കിൽ അതിൻ്റെ ഈടുറ്റത്, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളത്, ക്വാണ്ടിറ്റി ഉള്ളത് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അതേപോലെ തന്നെയായിരിക്കണം ഒരു ക്രൈസ്തവൻ്റെ ശരീരത്തിലേക്ക് ചെയ്യുന്ന പ്രവൃത്തി. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പറയാണ്, മിക്ക പ്രവചനങ്ങളോട് പറയാ, ഇനിമേൽ നീ ആഭിചാര പ്രവൃത്തിയിലേക്ക് പോകരുത്. അല്ലെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കണ്ടു, എന്താ വലിയ സുഗന്ധോക്യം കടന്നു വന്നതിൻ്റെ കാരണം ഒരു ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന ഒരു ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്താണ് ജുവാനോട് പറഞ്ഞത്, നീ അവിടെ ഒരു ബസിലിക്ക പണിയണം, ഒരു പാവപ്പെട്ടവനോട്. കാരണം ആ ദേശത്ത് കർത്താവിൻ്റെ ശക്തി പ്രകടമാകാൻ വേണ്ടിയാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ മെക്സിക്കോയിലെ ഈ വലിയ ആലയത്തിലാണ്. അല്ലേലിയ. ജോൺ ഡുവാൻ എന്ന് പറയുന്ന ആ മനുഷ്യന് പ്രത്യക്ഷപ്പെട്ടു കൊടുത്തപ്പോൾ അവൻ്റെ ആഗ്രഹവും തീക്ഷ്ണത എന്തായിരുന്നു വെച്ചാൽ ആ ദേവാലയം നിർമ്മിക്കാനുള്ള ആഗ്രഹമായിരുന്നു. നമ്മൾ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ കർത്താവ് പറയാണ്, നീ പോയിട്ട് ഒരു നല്ലൊരു ദേവാലയം പണിയണമെന്ന് പറയാണ്. ഇതൊക്കെയും കർത്താവിന് പറയാം, എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ വിഷമം എനിക്കറിയാം. ഞാൻ വീട്ടിൽ എന്തെല്ലാം കാര്യം പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ ജുവാനോട് പറഞ്ഞു, എന്തൊരു കണ്ടമാനം കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലുള്ളപ്പോൾ കർഷകനായ മനുഷ്യൻ, കർഷകനാണെങ്കിൽ അവനെന്ത് ജീവിക്കണമെങ്കിൽ എവിടെ പോകണം? കർഷക ജോലിയിൽ. അവനോട് കർത്താവ് പറഞ്ഞു, ആരെ പോയി കാണാൻ? മെത്രാനെ കാണാൻ പറഞ്ഞു. മെത്രാനെ കാണാൻ പോകുമ്പോൾ അവൻ്റെ ജോലി നടക്കുമോ? അവൻ മെത്രാനെ പോയി കണ്ടു. ആദ്യത്തെ ദിവസം കണ്ടില്ല. വീണ്ടും അവൻ 2-ാമത്തെ ദിവസം പോയി. 2-ാമത്തെ ദിവസം പോയിട്ട് അവൻ പറയാണ് നല്ലൊരു ആലയം പണിയാൻ പറഞ്ഞു. അപ്പോൾ അടയാളം ചോദിച്ചു. അപ്പോൾ അവൻ വീണ്ടും പോവാണ്. 3-ാമത്തെ ദിവസം പോവാണ്. 4-ാമത്തെ ദിവസം അവന് നല്ല റോസാപ്പൂ കൊടുത്തു. ആ പൂ ഇട്ടിട്ട് അവൻ ചെന്ന് പിതാവിൻ്റെ അടുത്ത് അവൻ റോസാ ചെടി അങ്ങോട്ട്
പൂ അങ്ങോട്ട് ഇടുന്ന സമയത്ത് എന്തായി? അവൻ്റെ തുണിയിൽ മനോഹരമായ മാതാവിൻ്റെ ഒരു രൂപം, ഗഡുലൂപ്പ മാതാവിൻ്റെ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുക. അന്ന് ഇവരാരും കാണാത്ത മനോഹരമായ. മെത്രാൻ പറഞ്ഞു നമുക്ക് പള്ളി പണിയാം. 4 ദിവസം പോയി. 4 ദിവസം അവൻ എവിടെ പോയിട്ടുണ്ടാവില്ല? കർഷക ജോലിയിൽ പോയിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ ത്യാഗമാണ് കോടിക്കണക്കിന് ആൾ, ഒരു വർഷം 1 കോടിയുടെ മുകളിൽ ആളുകളാണ് ആ ദേവാലയം സന്ദർശിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ജോലി ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞില്ല. അല്ലേലിയാം. എന്നും ജോലി ചെയ്തുകൊണ്ട് നമ്മൾ 365 ദിവസം ജീവിച്ചാൽ ദേ ഇപ്പോൾ വരുന്നുണ്ട് പകർച്ചവാദിയും. അതിൻ്റെ പിറകിൽ ഇന്നത്തെ മെയിൻ ന്യൂസ് അതാണ്, കോവിഡ്. ഒരു സാധനം അപ്പുറത്തുനിന്ന് പോകുന്നുണ്ട്, ചൈനയിൽ നിന്ന്. കാരണം ചൈനക്കാരാണ് നമുക്ക് കോവിഡ് തന്നത്. അവിടുന്ന് ന്യൂമോണിയ പണി വന്നുകൊണ്ടിരിപ്പുണ്ട്. അത് ഫ്ലൈറ്റ് കയറി സാവകാശം എത്തുള്ളൂ. പകർച്ചപ്പനിയും പകർച്ചവ്യാധിയും കോവിഡ് വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇനി ഒരു ആഭിചാര പ്രവൃത്തിയിലേക്ക് നീ പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്യും. കുമ്പസാരിച്ചാൽ മാത്രം പോരാ. അല്ലേ? എല്ലാവരും പറഞ്ഞ ഞാൻ ചെയ്തു, ഞാൻ കുമ്പസാരിച്ചു. അല്ലേ? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ മേടിക്കുകയാണ്, ഞാൻ പോയി കുമ്പസാരിച്ചാൽ മതിയോ? തിരിച്ച് കൊടുക്കണമെന്ന് മാത്രമല്ല, പരിഹാരം ചെയ്യണം. കാരണം എന്താ? 10 ലക്ഷം ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു 5 കൊല്ലം അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തിരിപ്പ് കടം എനിക്കുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക വിശ്വാസം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കുമ്പസാരിച്ചാൽ മാത്രം 10 ലക്ഷം മേടിച്ചു, ഞാൻ കുമ്പസാരിച്ചു, കാരണം മാറി. ഇനിയില്ല, ആ കൊച്ചിനെ കൊന്നവും പോയിട്ട് ഒന്ന് തെളിവില്ലാതെ ഒന്ന് കുമ്പസാരിച്ചു, പാവം മാറുമോ? നമ്മൾ ലാഘവബുദ്ധിയോടെ കർത്താവിനെ കാണരുത്. കർത്താവ് ഈ കാലഘട്ടത്തിൽ, ലോക്ക്ഡൗണിൻ്റെ കഴിഞ്ഞ കാലഘട്ടവും അല്ലെങ്കിൽ പകർച്ചപ്പനിയുടെ കാലഘട്ടവും ഈ കോവിഡിൻ്റെ കാലഘട്ടവും ന്യൂമോണിയയുടെ കാലഘട്ടവും എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി, തക്കാളിപ്പനി എന്ന് പറയുന്ന ഒരു കാലഘട്ടം കർത്താവ് നമ്മളെ പരിശോധിക്കുകയാണ്, പരീക്ഷിക്കുകയാണ്. അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നമ്മൾ പരിഹാരം ചെയ്യണം, പരിത്യാഗം ചെയ്യണം, പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പൗലോസ്ലീഹ പറയുന്ന ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? വിശുദ്ധന്മാർക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണം. അത് അടുത്ത് പറയാണ്, ഞാൻ ആഭിചാര പ്രവൃത്തികളെല്ലാം നിന്നിൽ ഞാൻ നീക്കം ചെയ്യും. നിനക്ക് ഇനിമേൽ പ്രശ്നം വെക്കുന്നവരുണ്ടാവുകയില്ല. പ്രശ്നം വെക്കാൻ നീ പോകരുത്. അല്ലേലിയ. മിശ്രഭാഗത്തെ പലവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മിശ്രഭാഗം നമ്മൾ മാമദീസ മുക്കി കൊണ്ടുവന്ന മതിയില്ലേ, നിസ്സാരമായിട്ട് പറഞ്ഞു. പക്ഷേ അവൻ്റെ ട്രഡീഷൻ മാറിയില്ലെങ്കിൽ എന്തുണ്ടാവും? വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഭാര്യ ഭർത്താവോടെ പോവും. പെട്ടെന്ന് കാര്യം വേണ്ട, പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ എളുപ്പമില്ല. ആ ചേട്ടൻ്റെ അടുത്ത് ആ ചേച്ചിയുടെ അടുത്ത് പോയാൽ കാര്യം പെട്ടെന്ന് നടക്കും. അതുകൊണ്ടാണ് പ്രശ്നം വെക്കുന്നവൻ്റെ അടുത്തേക്ക് നീ പോകരുത്. പ്രശ്നം വെക്കുന്നവനുണ്ടാവും, അവർ ജീവിക്കാതെ പറ്റില്ല, അവൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. അല്ലേലിയ. ഞാൻ താമസിച്ച ഒരു ഇടവകയിൽ 3-4 വീട് കഴിയുമ്പോൾ ഓരോ ജ്യോതിഷന്മാർ അവിടെ ഉണ്ട്. അതവരുടെ ജീവിത മാതൃകയാണ്. ഇനി യൂണിവേഴ്സിറ്റി പോലും അത് തൊഴിലായിട്ട് പഠിപ്പിച്ചു വിട്ടിരിക്കുക. യൂണിവേഴ്സിറ്റിയുടെ ഒരു തൊഴിൽ അധിഷ്ഠിത കോഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ നാള് നോക്കുക, ജാതകം നോക്കുക. അല്ലേലിയ. അതുകൊണ്ടാണ് ഈ പ്രശ്നം വയ്ക്കാൻ പോകരുത്. ഇവിടെ ഒരു ചേച്ചി മകളെ കൊണ്ട് വന്നു. മകള് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന ചേച്ചി, ഒരു ഓർഫനേജിൽ പഠിച്ചതാണ്. മകളൊരു പ്രത്യേക ഒരു ആളായിട്ട് സ്നേഹത്തിലാണ്. അവരുടെ മതത്തിൽപ്പെട്ട ഒരാളായിട്ട് സ്നേഹം. പക്ഷേ ഈ ചേച്ചിക്ക് വലിയ ദുഃഖമായി, വേദനയും. ഇവിടെ കൊണ്ടുവന്നു. കൊച്ച് 18 വയസ്സുള്ളൂ. ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ കൈമ ഒരു ചരട് കിടക്കാൻ, ചരട് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അഴിച്ചു മാറ്റാൻ പറഞ്ഞു. ചേച്ചി പറഞ്ഞു, അത് അഴിച്ചു മാറ്റാൻ പാടില്ല അച്ഛാ, ഇത് ഈശോയിലാണ് വിശ്വാസം. ഈ പുതുശ്ശേരി ഭാഗത്ത് അങ്ങോട്ട് പോയി 20 രൂപ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കെട്ടിക്കൊടുക്കും കൊച്ചിൻ്റെ. അപ്പോൾ കൊച്ചിന് എന്തോ തലവേദനയോ എന്തോ ഉണ്ട്, ആ തലവേദന മാറും. ഇതൊരു 5-6 വയസ്സ് ചെയ്തിരിക്കുന്നതാണ്. അല്ലേലിയ. 5-6 വയസ്സ് ചെയ്തിരിക്കുന്ന കൊച്ചു കറുത്ത കുട്ടിയാണ്. ഈ ചരട് അഴിച്ചപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ആ ചരട് കെട്ടിയ സ്ഥലം വെളുത്തിരിക്കുന്നു. അപ്പം എത്ര വർഷമായിട്ടുണ്ടാവും? ഞാൻ ചോദിച്ചു, 20 രൂപയ്ക്ക് വേണ്ടി ദൈവത്തെ നശിപ്പിക്കുക അല്ലേ? 20 രൂപയ്ക്ക് വേണ്ടി 20 രൂപ കൊടുത്തിട്ട് ഒരു കൊച്ചിൻ്റെ തലവേദനയ്ക്ക് വേണ്ടി
തലവേദനയ്ക്ക് വേണ്ടി ഒരു ആഭിചാര പ്രവൃത്തി ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഭിചാര പ്രവൃത്തിയിലേക്ക് പോകണോ? ഈശോയോട് പ്രാർത്ഥിച്ച ഈശോയ്ക്ക് ഇടപെടാൻ പറ്റും. ഞാൻ എത്രയോ ഈ കഴിഞ്ഞ നാളിൽ ഒരു 6 മാസക്കാലം മണ്ണാർക്കാട് ഭാഗത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ 4-5 വയസ്സുള്ള ഒരു കൊച്ചിനെ അവിടെ ഇവിടെ 2 പ്രാവശ്യം അവർ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന പ്രാർത്ഥന ചൊല്ലിയാൽ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 തിരുവചനം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കൊച്ച് സൗഖ്യപ്പെടും എന്ന് പറഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. ഈ മാങ്കാവ് ഇടവയിൽ ഒരു പയ്യൻ, അവൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അവനെ ഇവിടെ പാലന ആശുപത്രിയിൽ ഈ വായിൽ നിന്ന് നൊരയും പതയും വന്നിട്ട് കിടക്കാണ്. ഒരു ടീച്ചറിൻ്റെ മകനാണ്. അപ്പോൾ അവരെ ചികിത്സിച്ച് മാറുന്നില്ല. വീട്ടിൽ ചെന്ന രോഗം, ആസ്പത്രിയിൽ വന്ന രോഗമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഇതെന്തൊരു പേടിയാണ്, എന്തൊരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഏതെങ്കിലും അച്ഛൻ്റെ അടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അവർ എന്നെ വിളിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുന്ന സമയത്ത് ഈ നൊരയും പതയും ഇങ്ങനെ വരാണ്. അപ്പോഴേക്കും അവർ ഹോസ്പിറ്റലുകാർ ഓടി കയറി വന്നു, സിസ്റ്റർമാർ കയറി വന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനാണ്, ടീച്ചർ ഒരു സുവിശേഷ പ്രഘോഷിയാണ്. അതുകൊണ്ട് ഓടി വന്നു. എല്ലാവരും എന്നെ പുറത്തിറക്കി, അവരെ അടച്ചു, ക്ലീൻ ചെയ്തു. അപ്പോൾ ടീച്ചർ വന്നിട്ട്, അച്ഛൻ പൊക്കോ അച്ഛാ, ഇനി കുറച്ച് നേരം എടുക്കും. ഞാൻ അവിടെ നിന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. അന്ന് വൈകിട്ട് തന്നെ ഉച്ച കഴിഞ്ഞ് തന്നെ അവനെ അവിടെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു, അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു, ഞാൻ ഓഫീസിലുണ്ട്, വരാൻ പറഞ്ഞു. ഇവിടെ 4-4:30 വന്നു. വന്നപ്പോൾ 2 കുപ്പി വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത്. ഞാൻ ചോദിച്ചു, എന്താണെന്ന് വെച്ചു, ഇതൊന്ന് വെഞ്ചിരിച്ചു തരാം. ഞാൻ കൊച്ചനെ വിളിച്ച് സംസാരിച്ച സമയത്ത് അവനോട് ചോദിച്ചു, നീ എന്താടാ ഇങ്ങനെ ഒമിറ്റ് ചെയ്യുന്ന, എന്താ സംഭവം, ഇതൊരു പേടിയുടെ ആണല്ലോ, എന്താണെന്ന് ചോദിച്ചു. ആ കൊച്ചെന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ ഒരു ധ്യാനത്തിന് പോയപ്പോഴാണ് മരിച്ചത്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ അക്രൈസ്തവരായ കുട്ടികളാണ്, 2-3 ക്രൈസ്തവരേ ഉള്ളൂ. കുട്ടികൾ പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ ആത്മാവ് നിന്നെ കൊണ്ട് പോകും, നിൻ്റെ അപ്പൻ്റെ ആത്മാവ് നിന്നെ കൊണ്ടാണ്. അപ്പൻ്റെ ആത്മാവ് എവിടെയാ? വീട്ടിലല്ല ഇപ്പം താമസിച്ചത്. ഹോസ്പിറ്റലിൽ വന്ന രോഗമില്ല, വീട്ടിൽ ചെന്ന രോഗം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും എന്തോ ഒരു പേടി എന്നെ വരാണ്. അപ്പൻ്റെ ആത്മാവ് വീട്ടിലുണ്ട്, എന്നെ കൊണ്ടാണ്. ആ ടീച്ചർ ഏതെങ്കിലും കൊണ്ട് ഞാൻ വെള്ളം വെഞ്ചരിച്ചു കൊടുത്തു. ഇതേവരെ അസുഖം വന്നിട്ടില്ല. അക്രൈസ്തവർക്ക് അങ്ങനെ ഒരു ഉണ്ടാകും. കാരണം അവരെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. കാരണം മരിച്ചവൻ നിങ്ങൾ ആരെയും ഉദ്ധരിക്കുക. നിങ്ങൾ പേടിക്കേണ്ട ഒറ്റ മനുഷ്യനുള്ളൂ, ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചു. എനിക്ക് പേടി ജീവിച്ചിരിക്കുന്നവരുള്ളൂ, മരിച്ചവരെ പേടിയില്ല. എനിക്ക് പിശാചിനെ പേടിയില്ല, കാരണം പിശാച് പറയുന്ന അനുസരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് പറഞ്ഞ അനുസരിക്കും. മരിച്ചവർ ഒരു ഇത് ശല്യം ചെയ്യില്ല. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും വിശുദ്ധ കുർബാന അർപ്പിക്കുക, എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ അവർക്ക് വേണ്ടി ജപമാല ചൊല്ലുക. അവരനങ്ങില്ല. അനങ്ങുന്നത് ആരാണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര കാര്യങ്ങൾ ചെയ്താലും എന്ത് വെച്ചു കൊടുത്താലും എന്ത് മേടിച്ചു കൊടുത്താലും അനങ്ങുന്നത് ആരാണെന്ന് ജീവിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പ്രശ്നം വെക്കുന്നവരുടെ നിന്റെ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ഞാൻ എടുത്തു കളയും. നിന്റെ തന്നെ കരവേലകൾക്ക് മുൻപിൽ ഇനിമേൽ നീ പ്രണമിക്കരുത്. നീ മറ്റൊരു ദേവന്റെ മുമ്പിൽ ആരാധന നടത്തരുത്, മറ്റൊരു ദേവന്റെ മുമ്പിൽ പൂജിക്കാൻ പോകരുത്. ഹല്ലേലൂയ. നിസ്സാരമായിട്ട് കാര്യമാണെന്ന് പറയരുത്. കുമ്പസാരം ഉണ്ടെന്ന് പറയരുത്. ഹല്ലേലൂയ. ഒന്ന് അനുദപിച്ചാൽ മതി എന്ന് പറയരുത്. കരുണക്കൊന്തയുണ്ട്, കരുണക്കൊന്ത ചെല്ലിയാൽ മതി എന്ന് പറയരുത്. കാരണം അതുകൊണ്ടാണ് കർത്താവ് പറയണത്. മിക്ക പ്രവചന പുസ്തകത്തിൽ 1:4 പറയാ, കർത്താവിൻ്റെ ശക്തിയോടും തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടും കൂടി അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാണ്, എന്താ, നീ ഒരു വസ്തുവിനെയും പ്രണമിക്കരുത്, ഒരാചാരങ്ങളിലേക്ക് നീ പോകരുത്. ഹല്ലേലൂയ. അടുത്ത പറയാം, നിന്റെ അശേര പ്രതിഷ്ഠകളെ ഞാൻ നിർമൂലനം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് പല ഉത്സവങ്ങളുണ്ട്, നമ്മുടെ ദേശത്ത് പല ആചാരങ്ങളുണ്ട്. അത് അക്രൈസ്തവരുടേതാണ്. അതവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലേക്ക് നീ പോകരുത്. ഹല്ലേലൂയ. രാവിലെ പള്ളിയിലും പോയി വിശുദ്ധ കുർബാനയും കണ്ട് വൈകിട്ട് എല്ലാ പൂജകളിലും ക്രിയയിലേക്കും പോയാലോ സാധിക്കുമോ? അതുകൊണ്ട് ദൈവമായ കർത്താവ് പറയാണ്, ഇതിനെ മുകളിലേക്ക് പറഞ്ഞ, അങ്ങനെ ചെയ്യുന്നവരുടെ കർത്താവ് ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം
നീ കഴിക്കുന്ന വസ്തുക്കൾ അശുദ്ധമാണെങ്കിൽ നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. ഹല്ലേലൂയ. മാമോദീസ എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ചിലപ്പോൾ കൊച്ചിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ വെറുതെ ചെയ്തു തന്നു വരും. 10 പൈസ മേടിച്ചിട്ടുണ്ടാവില്ല. ഹല്ലേലൂയ. മറ്റൊരു മതത്തിൻ്റെ ആചാരപ്രകാരം ഒരു വിവാഹം നടത്തണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ 10,000 രൂപ കൊടുക്കണം. 3,000 തൊട്ട് 10,000. പക്ഷെ നിൻ്റെ ഇടവകയിൽ അച്ഛൻ നിൻ്റെ കല്യാണം ചെയ്തെന്ന് 10 പൈസ മേടിച്ചിട്ടുണ്ടാവില്ല. പൈസ മേടിക്കാൻ ഇരിക്കുന്ന അച്ഛനല്ല. കാശിൻ്റെ പെട്ടിയുടെ മേമ്പൂട്ടല്ല അച്ഛൻ വന്നപ്പോൾ കൊടുത്തത്. ആണോ? അച്ഛന് കൊടുത്തത് പള്ളിയുടെ 10,000-ൻ്റെയോ അല്ലെങ്കിൽ പള്ളിയുടെ ലോക്കറിൻ്റെയോ താക്കോലല്ല കൊടുത്തത്. മറിച്ച് അച്ഛൻ വന്നപ്പോൾ കൊടുത്തത്, അച്ഛൻ്റെ കയ്യിലേക്ക് മുന്നിരിക്കുന്ന അച്ഛനോ പുറമനെ വികാരിയോ കൊടുത്തത് ദിവ്യകാരുണ്യത്തിൻ്റെ താക്കോലാണ് കൊടുത്തത്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടവക വികാരി വന്ന് ചാർജ് എടുക്കുന്ന സമയം നോക്ക്. അച്ഛൻ കയറി വന്ന് ബലിവേദി മുത്തിക്കഴിയുമ്പോൾ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന താക്കോല ഏതാണെന്ന് വെച്ചാൽ സക്രാരിയുടെ താക്കോല. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയുടെ സൂക്ഷിപ്പുകാരനാണ് ഒരു ഇടവക വികാരി. അല്ലാതെ പൈസ പിരിക്കാനോ പൈസ എണ്ണാനോ അല്ലെങ്കിൽ ഇടവകയിൽ ഉൽപ്പന്ന പിരിവിന് പോകാനോ ഒന്നും വേണ്ടിയുള്ളവനല്ല. ഉൽപ്പന്ന പിരിവിന് അച്ഛൻ പോയാൽ തന്നെ കിട്ടില്ല. പോയി കർത്താവ് നമുക്ക് നൽകുന്നതിനനുസരിച്ചുള്ള അതിൻ്റെ വിഹിതം നമ്മൾ കർത്താവിന് തിരിച്ചു കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. അതെന്താ? കാരണം എന്താ? കർത്താവിൻ്റെ ശുശ്രൂഷ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില ചേട്ടന്മാർ പറയാറുണ്ട്, വചനപ്രഘോഷണത്തിന് കൊടുക്കരുത്, പാവപ്പെട്ടവനെ പോയി സഹായിക്കണം. കഴിഞ്ഞ ഒരു ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു നോക്കാം. എനിക്ക് അത്ഭുതം തോന്നി. ഇവിടെ കഴിഞ്ഞ ദിവസം യേശു നാമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേച്ചിക്ക് സൗഖ്യം കിട്ടി. ചേച്ചി ഒരു വേല ചെയ്യുന്ന ചേച്ചി, ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ജോലി ചെയ്യുന്ന ചേച്ചിയാണ്. ചേച്ചിക്ക് ഈ 25 നോമ്പ് ഉപവാസവും മാംസവർജനമാണ്, നോമ്പാണ്. ചേച്ചി ചെന്ന് ജോലി ചെയ്യുന്ന വീട്ടിൽ 4 ആളേ ഉള്ളൂ, 4 ആളേ ഉള്ളൂ. അവർ 7 കിലോ 8 കിലോ മീനാണ് മേടിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ചേച്ചിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ചേച്ചിയോട് അവർ പറഞ്ഞു, അങ്ങനെ ഒരു ധ്യാനത്തിനൊന്നും പോകരുത്, അങ്ങനെയൊന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. പക്ഷെ എന്നിട്ടും ചേച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ വൈകിട്ട് ഒരു 7 മണി 8 മണിയാകുമ്പോൾ ഇവിടെ വന്ന് വചനം കേൾക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീക്ക് സൗഖ്യങ്ങൾ കിട്ടുക. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയാൽ വീട്ടിൽ ഒരു വേല ചെയ്യാൻ പോകുന്ന വീട്ടിൽ 7 കിലോ 8 കിലോ ഇറച്ചിക്കും വെച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നോമ്പ് ഉപവാസമായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അവർ അക്രൈസ്തവരാണ്, ക്രിസ്ത്യാനിയായി, അതുകൊണ്ട് അവർക്ക് ബോധ്യങ്ങളുണ്ട്. ക്രിസ്ത്യാനിയാണെങ്കിൽ പറയും ഇപ്പം കഴിക്കാം, കിട്ടാത്തപ്പോൾ നോമ്പെടുക്കാം, കിട്ടാത്തപ്പോൾ നോമ്പെടുക്കുക. അല്ല, കിട്ടുമ്പോഴാണ് നോമ്പെടുക്കേണ്ടത്. നമുക്ക് സാധ്യതകൾ ഉള്ളപ്പോഴാണ് നോമ്പെടുത്ത് പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? കിട്ടാത്തപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്, കിട്ടുമ്പോഴാണ് നോമ്പെടുക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോമ്പെടുക്കും. എൻ്റെ മേശപ്പുറത്ത് മറ്റുള്ളവർ കഴിക്കുമ്പോൾ ഞാൻ നോമ്പെടുത്ത് പ്രാർത്ഥിക്കും. കാരണം അത് ഉപേക്ഷിക്കുക അത്ര എളുപ്പം അല്ല. നമുക്കിഷ്ടപ്പെട്ട വസ്തു ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചിക്ക് 1 അല്ല 3 സാക്ഷ്യം കർത്താവ് കൊടുത്തു. കാരണം എന്താ? ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നദ്ധിയിൽ എത്തിയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ നീ ആഭിചാര പ്രവൃത്തിയുടെ കൂടെ പോകരുത്, നീ കൈ നോക്കാൻ പോകരുത്, നീ പ്രശ്നം വയ്ക്കാൻ പോകരുത്. കാരണം എന്താ? ഇതാ ദേവാലയത്തെ ചുറ്റുപരി ഇതാ ഒരു രാജാവ്, അവൻ ദൈവത്തിൻ്റെ ശക്തനാണ്. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5:4 പറയാൻ ഒരു രാജാവ്, വരുവാനിരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് അവിടെ പറഞ്ഞു വെച്ചിരിക്കുക. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളായ ആടുകളെ അല്ല, കർത്താവ് തൻ്റെ അജഗണത്തെ മേയ്ക്കാൻ വേണ്ടി ഇടയനെ അയക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഇടയനെ അയക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കോട്ടങ്ങളോ വീഴ്ചകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അത് തുറന്നു വയ്ക്കാം, അനുദപിക്കാം, ഏറ്റുപറയാം. അന്യ ആരാധന രീതിയിൽ നടത്തിയ വസ്തുക്കൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്, വിശുദ്ധിക്കെതിരാണ്. ഒരു ക്രൈസ്തവൻ്റെ ശരീരം മാമോദീസായിൽ മുദ്രിതമാണ്, പരിശുദ്ധ കൂദാശയിൽ പരിപുഷ്ടമാണ്,
വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമാണ്. വിശുദ്ധ തൈലം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ തൈലം എന്ന് പറയുന്നത് തൈലലേപനത്തെക്കുറിച്ചാണ്. അടക്കുന്ന ഒരു മനുഷ്യനെ അടക്കുന്ന സമയത്ത് പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. കബറിടം വെഞ്ചരിക്കുമ്പോൾ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ സ്ഥിതി ചെയ്യേണ്ട ഈ കബറിടത്തെ അഭിഷേകം ചെയ്യണമെന്ന്. വെറുതെയാണോ അടക്കുന്നതാണോ? ഒരു ക്രിസ്ത്യാനിയുടെ ശരീരം മറ്റുള്ളവരുടെ ശരീരം അടക്കുന്നത് പോലെയാണോ? ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ചൊല്ലേണ്ട ആവശ്യമില്ല. ഞാൻ സ്വീകരിച്ചത് മാമോദീസ, ഞാൻ സ്വീകരിച്ചത് തൈലാഭിഷേകം, തൈലലേപനം, ഞാൻ സ്വീകരിക്കുന്ന കൂദാശകൾ എന്നെ അഭിഷിക്തനാക്കുന്നു, എന്നെ പരിപോഷിക്കുന്നു, എന്നെ മുദ്രിതനാക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങളൊന്നും ഉയർത്താം. കർത്താവേ, എൻ്റെ ശരീരത്തെ വിശദീകരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. കണ്ണുകളടച്ച് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി എനിക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി, ഓ പരിശുദ്ധാത്മാവേ, വിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ എനിക്ക് കൃപ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. വിശ്വാസം നിലനിൽക്കാൻ കൃപ നൽകണമേ കർത്താവേ. വചനമനുസരിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ. കണ്ണുകളടച്ച് മനസ്സുയർത്തി സർവശക്തനായ ദൈവത്തെ വിളിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കട്ടെ. കണ്ണുകൾ എല്ലാവരും അടയ്ക്കട്ടെ. നോമ്പെടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കട്ടെ. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വചനമനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോ ഏതെങ്കിലും വിധത്തെ ആഭിചാര പ്രവൃത്തികൾക്കോ ഏതെങ്കിലും മന്ത്രവാദങ്ങൾക്കോ കൂടോത്രങ്ങൾക്കോ ഏതെങ്കിലും പ്രശ്നം വെക്കലിനോ ജ്യോതിഷം നോക്കുവാനോ നാളെ നോക്കാനോ അല്ലെങ്കിൽ ജാതകം എഴുതിക്കാനോ അക്രൈസ്തവരുടെ ആചാര രീതിയിലേക്ക് ക്രൈസ്തവർ വീണു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ, മനുഷ്യ നമുക്ക് കണ്ടെത്താൻ പറ്റാതെ വന്നപ്പോൾ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിക്കാതെ വന്നപ്പോൾ, ഏതെങ്കിലും വിധത്തിലുള്ള സാവുൾ രാജാവ് ആഭിചാര പ്രവൃത്തിയിലേക്ക് പോയതുപോലെ കർത്താവേ, ഞാൻ വിശ്വാസിയായിരുന്നിട്ടും ആഭിചാര പ്രവൃത്തിയിലേക്ക് ഞാൻ വീണു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് നീ കരുണ കാണിക്കണമേ കർത്താവേ. അതിനെ പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും 7 തലമുറകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രമാണ ലംഘനങ്ങൾ, ഉടമ്പടി ലംഘനങ്ങൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവേ. അതിനെ പരിഹാരം ചെയ്യാനുള്ള കൃപ നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, എനിക്ക് അതിനു വേണ്ടിയുള്ള കൃപ നൽകണമേ. രാത്രിയുടെ യാമങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സ്നേഹത്തോടു കൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. പരിഹാരം ചെയ്ത് എൻ്റെ അപ്പന്റെ അമ്മയുടെയും അപ്പന്റെ 7 തലമുറയുടെ അമ്മയുടെ 7 തലമുറകൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് നോമ്പെടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. വെള്ളിയാഴ്ച മാംസം വർജിക്കാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാണ്. ഞങ്ങളുടെ കുട്ടികൾ പ്രേമബന്ധത്തിന് അടിമകളാണ്. ഞങ്ങളുടെ കുട്ടികൾ മിശ്രവിവാഹത്തിന് അടിമകളാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ലൗചികാത്തിന് അടിമകളാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ മാത്രം മതി. സോഷ്യൽ മീഡിയയ്ക്ക് അടിമയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കർത്താവേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. കരങ്ങളുയർത്തി മനസ്സുയർത്തി സ്തുതിക്കട്ടെ. മനസ്സുയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധ കുർബാനയിലാണ് കർത്താവ് കാരുണ്യം കാണിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലാണ് ഈശോയുടെ ശരീരം നിന്നെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഈശോയുടെ രക്തം നിന്നെ ലഹരി പിടിപ്പിക്കാൻ വരുന്നത്. ഈശോയുടെ തിരുവിലാവിലെ വെള്ളമാണ് നിന്നെ കഴുകുന്നത്. ഈശോയുടെ പീഡാനുഭവമാണ് നിന്നെ ശക്തിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ. കണ്ണുകളടച്ച് പാപിയാണു ഞാൻ, കരുണ തോന്നണേ എന്നിൽ,
അലിവു തോന്നണേ. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമേകണേ.